അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും വേറൊരു വീഡിയോയുടെ സ്വാഗതം. നമ്മൾ ചെറിയൊരു റൈഡിന് ഇറങ്ങിയതാണ്. ഒരു ചെറിയ ഷോർട്ട് റൈഡ്, ഒരു 1.5 മണിക്കൂർ റൈഡ്. ഇവിടെ പുട്ടി എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഓസ്ട്രേലിയയിലുള്ള സിഡ്നിയുടെ അകത്തുള്ളൊരു ഗ്രാമത്തിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പം ഇന്നെൻ്റെ കൂടെ എൻ്റെ കസിൻ റിച്ച് ചേട്ടനുണ്ട്, പിന്നെ അപ്പോൾ പുള്ളിയുടെ ഫ്രണ്ടും ഉണ്ട്. ഞങ്ങൾ സ്ഥിരം പോകുന്നവർ തന്നെ, പുള്ളിയുടെ മറ്റേ നിഞ്ച H2 ഉള്ള ചേട്ടൻ. അങ്ങനെ നമ്മൾ റൈഡ് തുടങ്ങി കുറേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഒരു ട്രാക്ടർ 828 എന്ന് പറഞ്ഞ കാഫേ കയറി നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോവാം. മൊത്തം ബൈക്കാരുടെ ഏരിയ ആണല്ലോ. വണ്ടി കൊള്ളാമല്ലോ, മറ്റേ സാധനം ഹൈപ്പർ മോട്ടോ. പക്ഷേ ഇത് ഭയങ്കര പവറാണ്, ഇത് ഏറ്റവും പവറുള്ള സാധനം കൂട്ടത്തിൽ. അല്ലല്ല, ഇതാ പവർ. R6 പവർഫുൾ. ഡുക്കാട്ടി മൾട്ടിസ്റ്റാഡ V4 പൈക്സ് പീക്ക്. എൻ്റെ ദൈവമേ, പൈക്സ് പീക്ക് ഇരിക്കുന്ന നോക്ക്. ഇതാണ് പുതിയ മൾട്ടിസ്റ്റാഡ പൈക്സ് പീക്ക്. ഇത് പഴയ മൾട്ടിസ്റ്റാഡ. കണ്ടോ, ഇതിന് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഇല്ല, ഓലിൻസ് ഇല്ല, ഒന്നുമില്ല. അപ്പുറത്തെ BMW 1300 GS ഇരിപ്പുണ്ട്. പക്ഷേ ഇവനെ കണ്ടില്ലേ, ഓലിൻസിൻ്റെ സസ്പെൻഷൻ അടിപൊളി. ഫുൾ ഇലക്ട്രോണിക് സസ്പെൻഷൻ ഇവിടെ. ഇലക്ട്രോണിക്. അപ്പോൾ നല്ല അടിപൊളി സീനിക്ക് റോഡാണ്. അപ്പം വ്യൂ എൻജോയ് ചെയ്തോ. നല്ല എന്താ പറയുക, നല്ല പൊളി ഫീല് വൈബ് കിട്ടുന്ന റോഡാണ്. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സ്ഥലത്തോട്ട് വരുന്നതിൻ്റെ മെയിൻ കാരണം ഈ പ്രകൃതി എൻജോയ് ചെയ്യാൻ, ഈ ഒരു നേച്ചറിൻ്റെ വ്യൂ കിട്ട് നമ്മുടെ സ്ട്രെസ്സും എല്ലാ കാര്യങ്ങളും പോകാൻ. നമ്മൾ ഒരാഴ്ച കടന്ന് പട്ടിലോട്ട് പണിയെടുക്കുന്നതിൻ്റെ ക്ഷീണമെല്ലാം മാറാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് കഴിയുമ്പോഴത്തേന് റൈഡ് കൊണ്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുമ്പോൾ നമ്മുടെ മൈൻഡ് ക്ലിയറാണ്. അതാണ് നമ്മുടെ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഗോള്. ഏതോ ഒരു ഭ്രാന്തൻ ഗോൾഡ് വിങ് കൊണ്ട് പറന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, ചെറിയൊരു റൈഡ്, ദാറ്റ്സ് ഇറ്റ്. അപ്പം ജസ്റ്റ് ഇങ്ങനെ പോകുന്നു. നമ്മൾ പുട്ടി കാണുന്നു. ഞാനും ഇതുവരെ പുട്ടി പോയിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ് പുട്ടി പോകുന്നത്. അപ്പോൾ എന്താ ചെറിയൊരു ഗ്രാമം, പ്രത്യേകിച്ച് അവിടെ കാണാനൊന്നുമില്ല. നമ്മൾ കാണാൻ വേണ്ടിയല്ലല്ലോ പോകുന്നത്. നമ്മളീ പോകുന്ന വഴി ഈ മനോഹരമായ പ്രകൃതി, ഈ മലകൾ, ഈ വ്യൂ ആണ് എല്ലാം. പിന്നെ ഈ റൈഡ് ചെയ്യുന്നതിൻ്റെ എക്സ്പീരിയൻസ്, അതാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടി. കാശ് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ റീജിയണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുഗ്രാമം എന്നൊക്കെ പറയത്തില്ല, അതേപോലത്തെ സ്ഥലമാണ്. ഒരു വീടുകളും ഇല്ല, വളരെ ചുരുക്കം. അവിടെ ഇവിടെ 2-3 വീടുകളാണ്. എനിക്ക് തോന്നുന്നില്ല പുട്ടിയിലൊക്കെ മനുഷ്യന്മാരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പുട്ടി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് അറ്റ റീജിയണില്ല. പുട്ടി, കോളോ, അങ്ങനെ നമ്മൾ കയറി പോകുന്നതനുസരിച്ച് ഭയങ്കര റീജിയണില്ല. പക്ഷെ നല്ല ഫീലാട്ടോ റൈഡ് ചെയ്തല്ലോ. ട്രാഫിക്കും ഇല്ല, വണ്ടികളും ഇല്ല, ഒന്നുമില്ല. നമുക്ക് ഈ പ്രകൃതി ആസ്വദിച്ച് നമ്മളിങ്ങനെ എന്താ പറയുക, അധികം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ട്രാഫിക്കിലും സിറ്റി കൂടെ ഒക്കെ പോകുമ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് നമ്മുടെ ഒരു എന്താ പറയുക, ഫുള്ള് നമ്മുടെ തലച്ചോറിന് തന്നെ നമ്മൾ ക്ഷീണിച്ചു, ടയർഡാവും. നമ്മൾ ഒരു ആഴ്ച മൊത്തം നമ്മൾ ജോലി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത് തന്നെയല്ലേ ചെയ്യുന്നത്. നമ്മുടെ ചിന്തിച്ച് ജോലിക്കകത്ത് അത് ഇതും ചെയ്ത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്ത് അതിൻ്റെ മാക്സിമം ലെവലിൽ നമ്മൾ അതിനെ എക്സോസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഈ യാത്രയ്ക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ സിറ്റി പോയി അത്രയും പിന്നെ എക്സോസ്റ്റഡ് ആവണ്ടല്ലോ. അപ്പോൾ അതാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളാകുമ്പോൾ ആ ഒരു പീസ് നമുക്കൊന്നും ചിന്തിക്കാനില്ല. ഇത്ര നേരമായിട്ട് ഒരു വീടും കണ്ടിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ മിക്കവാറും, എൻ്റെ സംശയം എന്താ വെച്ചാൽ ഇവിടെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അധികം അങ്ങനെ ആൾക്കാർ താമസിക്കാറുണ്ട്. ഇവിടെയൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്തെങ്കിലും അധികം വലിയ ചെറിയ സാധാരണ റീജിയണൽ ഒരു ചെറിയൊരു സബർബ്, അവിടെ ഒരു അത്യാവശ്യം എന്താ പറയുക ഒരു റീജിയണൽ കമ്മ്യൂണിറ്റി ഉണ്ടാവുമല്ലോ. ഇവിടെ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട്. അപ്പോൾ അവിടെ ഒത്തിരി ബൈക്ക് ഇരിപ്പുണ്ടല്ലോ. ഇവിടെ എന്ത് സംഭവം, കാർ ഫെസ്റ്റ് കഫേ എന്ന് തോന്നുന്നു. എല്ലാം ബൈക്കുകാർ കേട്ടോ, എവിടെ നോക്കിയാലും ബൈക്കുകാർ. അപ്പം ഒറ്റ റോഡേ ഉള്ളൂ, സ്ട്രേറ്റ് റോഡാണ്. നമ്മളിപ്പോൾ തന്നെ ഏകദേശം എത്തിയിട്ട് അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ പുട്ടി എന്ന് പറഞ്ഞാൽ അത്ര ഫേമസ് സ്ഥലമൊന്നുമല്ല. നമ്മുടെ നാട്ടിലത്തെ ഒരു വൈബും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ഇവിടെ. ഭയങ്കര ഉണങ്ങിയ മണ്ണ്, അത് കണ്ടില്ല, ഒരു നനവോ കാര്യങ്ങളൊന്നും ഇല്ല. ഇലകളുടെ കളർ കണ്ടു, അത്ര പച്ചയല്ല, ഒരു മഞ്ഞ ബ്രൗൺ കൂടിയ ഇലയുടെ ഷെയ്ഡാണ്. നമ്മൾ ചെറുപ്പം തൊട്ട് നാട്ടിൽ കൂടെ വണ്ടി ഓടിച്ച് നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോൾ നമ്മുടെ ആ കാഴ്ചകളുണ്ടല്ലോ, ആ നാട്ടിലത്തെ ഇളം പച്ച ഇലകളും നല്ല നനവുള്ള മണ്ണും ആ ഒരു ഇതൊക്കെ കണ്ടുവരുമ്പോൾ നമുക്ക് അതിനൊരു ജീവനുണ്ടെന്ന് തോന്നും, ഒരു എലൈവായിട്ടൊരു ഫീലിംഗ് കിട്ടും. പിന്നെ അതുമല്ല കോടമഞ്ഞ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ വാൽപ്പാറയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു വൈബ്, ഇടുക്കി പോകുമ്പോൾ കിട്ടുന്ന വൈബ്. ഈ ഓസ്ട്രേലിയ ആക്ച്വലി ഒരു ഭയങ്കര ഡ്രൈ കോണ്ടിനെൻ്റാണ്. നല്ലൊരു ബൈക്കേഴ്സ് റൂട്ട് കേട്ടോ. ആൾക്കാർ സൈക്കിളിലൊക്കെ പോകുന്നുണ്ട്, ഒത്തിരി സൈക്ലിസ്റ്റുകളുണ്ട്. ഇവരെ സമ്മതിക്കണം, ഇവർക്ക് ഇത്രയും കിലോമീറ്ററൊക്കെ സൈക്കിൾ ഓട്ടണമെങ്കിൽ. കാരണം വേറെ വഴിയൊന്നുമില്ലല്ലോ, തിരിച്ച് ഇതിൽ തന്നെ ചവിട്ടി പോകണ്ടേ.
ഭയങ്കര ഡെഡിക്കേഷൻ തന്നെ. ഈ കാറിനോടുള്ള പാഷൻ ഉള്ളവരാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ല, കാറിനോടുള്ള പാഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നല്ലൊരു പെർഫോമൻസ് കാർ എടുത്ത് എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ ഓക്കെ ട്രാക്കിലൊക്കെ. പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഈ കാർ കൊണ്ട് വന്നിട്ട് അടച്ച് കെട്ടിയിരുന്ന് പോയിട്ട് എന്ത് കിട്ടാനാണെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും കിട്ടൂല കേട്ടോ, എനിക്കൊരു ഫീലും വരില്ല. നമുക്ക് ബൈക്കിൽ തന്നെ അത് കിട്ടത്തുള്ളൂ. അതായത് നമ്മൾ ശരിക്കും എന്താ പറയുക, നമ്മളിതിനകത്ത് നമ്മൾ ഈ എക്സ്പീരിയൻസിലായി പോവുക. മറ്റേ നമ്മളെ എക്സ്പീരിയൻസ് പുറത്തുനിന്ന് ഇങ്ങനെ കാണും ഒരു സർക്കിളിൽ. ഒത്തിരി ബൈക്കേഴ്സ് ഉണ്ട് കേട്ടോ. കണ്ടില്ല, ഇത് ബൈക്കേഴ്സിൻ്റെ ഒരു റൂട്ടായത്. ഞാൻ കുറച്ച് മര്യാദയ്ക്കേ പോകുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, വെറുതെ എന്തിനാ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ഞാൻ പറന്ന് അങ്ങ് അപ്പുറത്ത് ഗൈസ്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഒരു മരുഭൂമിയിലോട്ട് എത്തിയ പോലെ ആയിപ്പോയല്ലോ. ഇതാണോ പക്ഷേ പുട്ടി എന്ന് പറയുന്ന ഒരു മരുഭൂമിയാണെന്ന് തോന്നുന്നു. ഒന്നും ഇല്ല ഇവിടെ. എൻ്റെ കർത്താവേ, ഇവിടെ വെറുതെ ഇറങ്ങി തിരിച്ചോ. ഇതുവരെ ഒരു വീട് കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. പബ്ലിക് ഫോണുണ്ട് 10 കിലോമീറ്റർ. അപ്പോൾ അവിടെ ഒരു ടൗണ് കാണുമായിരിക്കും. ഇതുവരെ ഒരു ടൗണും കിട്ടിയിട്ടില്ല കേട്ടോ ഗൈസ്. സത്യം പറഞ്ഞോണ്ടല്ലോ, ഇങ്ങനത്തെ നേരെയുള്ള റോഡിൽ കൂടെ ബൈക്ക് ഓടിക്കുന്നതിനേക്കാളും രസം വളവും തിരിവും കേട്ടോ. ഇതെനിക്ക് അത്രയ്ക്കും കൂടെ ഇഷ്ടപ്പെടുന്നില്ല ഈ റോഡ്. വളവും തിരിവും കൂടെ പോകുമ്പോഴാണ് നമ്മുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് സൗണ്ടും കെട്ടി ഇങ്ങനെ പോകുന്നത്. അങ്ങനെ ഇവിടെ വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ മൊത്തം ഇങ്ങനെ ചുമ്മാ റോഡ് ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുക. പ്രത്യേകിച്ച് നല്ലതായിട്ടൊന്നുമില്ല ഇവിടെ. ബൈക്കേഴ്സ് വരുന്നുണ്ട്, കുറേ ബൈക്കേഴ്സ് ഉണ്ട്. ഇത് ബൈക്കേഴ്സ് തന്നെ ഉള്ളൂ, ബൈക്കേഴ്സ് റൂട്ടാണ്. നല്ല കാട് ആസ്വദിച്ച് ഇങ്ങനെ പോവാം, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല റോഡല്ല, പരുക്കൻ റോഡാണ്. ഓസ്ട്രേലിയയിൽ നമ്മൾ അകത്തോട്ടൊക്കെ കയറി റീജിയണിലൊക്കെ സിഡ്നിയിലൊക്കെ പോയി കഴിഞ്ഞാൽ NSW റീജിയണിലൊക്കെ ഇങ്ങനെ തന്നെയാണ് റോഡുകൾ. കുഴപ്പമില്ല, നമുക്കിങ്ങനെ എന്താ പറയുക, ആസ്വദിച്ച് പോവാം. നേരത്തെ ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ റോഡിന് നടുക്കൊരു പാമ്പ് എടുപ്പുണ്ടായിരുന്നു, കറുത്ത പാമ്പ്. വടിയാന്ന് വിചാരിച്ചു, ഭാഗ്യത്തിന് അതിൻ്റെ മുകളിൽ കൂടെ കയറിയില്ല. അതപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടം പോലെ പാമ്പ്. ഓസ്ട്രേലിയയിൽ അറിയാമല്ലോ. എന്താ പറയുക, ഈ വണ്ടിയുടെ ഇപ്പോൾ ഇത്ര ഉള്ളൊരു റിവ്യൂ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അടിപൊളിയാട്ടോ. നമുക്ക് എല്ലാ സാധനം കൂടി ഒരുമിച്ച് കിട്ടത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് പോയിട്ട് കുറേ അഡ്വഞ്ചർ ബൈക്കുകളെല്ലാം ഓടിച്ചു നോക്കി. ട്രയംഫിൻ്റെ ടൈഗർ 900, 1200, എക്സ്പ്ലോറർ, GT എക്സ്പ്ലോറർ എല്ലാം ഓടിച്ചു നോക്കി. അപ്പം അതെല്ലാം ഓടിച്ചെത്തി വെച്ചിട്ട് ആ വണ്ടികളൊക്കെ ഇരിക്കാൻ ഭയങ്കര കംഫർട്ടാണ്. ഇതുണ്ട് നമ്മുടെ എൻ്റെ കാല് കുറച്ച് പുറകോട്ടാണ്, മറ്റേന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇരിക്കാൻ നല്ല സുഖമാണ്. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടികളൊക്കെ എൻജിന് തീരെ ഫീൽ കിട്ടുന്നില്ല. അതായത് പവറുണ്ട് എൻജിന്, അത്യാവശ്യം നോർമൽ ഇങ്ങനത്തെ പോക്കിനൊക്കെ അടിപൊളി അതിൽ മതി. പക്ഷെ അതിൻ്റെ CP3യും പിന്നെ എന്താ പറയുക ട്വിൻ സിലിണ്ടർ എഞ്ചിനും ആയതുകൊണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. ഇപ്പം നമ്മൾ എനിക്കിപ്പോൾ ഈ K5 നമ്മുടെ സുസുക്കിയുടെ K5ൻ്റെ എഞ്ചിൻ N-Line 4 ഓടിച്ചതിന് ശേഷം നമുക്ക് അത്ര മറ്റേ വണ്ടികൾ നമുക്ക് അത്ര ഫീൽ കിട്ടത്തില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, മൈൻഡിൻ്റെ ആയിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. ഇതിന് മുമ്പ് എൻ്റെ അടുത്ത് ഇരുന്ന ഡുക്കാട്ടിയുടെ മോൺസ്റ്റർ ആണെങ്കിൽ പോലും എന്താ പറയുക, ട്വിൻ സിലിണ്ടർ എഞ്ചിൻ അടിപൊളി ഫീലാണ്. അവരുടെ പ്രത്യേകിച്ച് ഡുക്കാട്ടിയുടെ ട്വിൻ എന്ന് പറയുന്നതൊക്കെ കിടിലം ഫീലാണ് വരുന്നത്. നമ്മുടെ KTMൻ്റെ 890 ട്വിൻ 1290 ഒക്കെ അടിപൊളിയാണ് അവരുടെ ട്വിൻ സിലിണ്ടർ എഞ്ചിൻ. പക്ഷേ V4 4 സിലിണ്ടർ ആക്ച്വലി ആർക്കും അങ്ങനെ ഇഷ്ടമില്ല, ക്യാരക്ടർ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നല്ല ക്യാരക്ടർ ഉള്ളൊരു V4 ആണ് ഈ സുസുക്കി വരുന്ന എഞ്ചിൻ. അപ്പം ഈ 2005 K5 ഉണ്ടാക്കിയെടുത്ത ഈ വണ്ടിയിൽ വരുന്ന ഈ എഞ്ചിൻ, GS 6000 വരുന്ന ഈ എഞ്ചിൻ ആക്ച്വലി ഇതൊരു കിടുക്കാച്ച എഞ്ചിനാണ്. പവർ എന്ന് പറഞ്ഞാൽ അന്യായ പവർ. ടൂറിങ്ങിന് വേണ്ടി ടൂറിങ്ങിൻ്റെ പവർ, ആ ഒരു മോഡ് എല്ലാ രീതിയിലും നമുക്ക് കൊണ്ടുപോയി നടക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ആക്ച്വലി നാട്ടിലാണെ പോലും ഇപ്പോൾ നമ്മുടെ സുസുക്കിയുടെ ജിക്സർ 250യും പിന്നെ അങ്ങനത്തെ വണ്ടികളൊക്കെ ഭയങ്കര അണ്ടർ റേറ്റഡാണ് നാട്ടിൽ. ഇവിടെ സെയിം, എവിടെ ആണെങ്കിലും, UK യൂറോപ്പിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും സുസുക്കി ഭയങ്കര അണ്ടർ റേറ്റഡാണ്. ആരും സുസുക്കി എടുക്കത്തില്ല. എനിക്ക് തന്നെ എന്തൊരു മടിയായിരുന്നു സുസുക്കി ചൂസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടത്. പക്ഷേ അതേപോലെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുസുക്കി എന്തുകൊണ്ടാണ് ഇങ്ങനെ അണ്ടർ റേറ്റഡ് ആയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വണ്ടി കിടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടിപൊളി കംഫർട്ടാണ് സാധനം. അതായത് ഇപ്പോൾ ഞാൻ ഇത്രയും വണ്ടികൾ, ട്രയംഫും പിന്നെ വേറെ ഏതൊക്കെയാണ് ഞാൻ നോക്കിയത്, BMW-ൻ്റെ F900 അഡ്വഞ്ചർ ബൈക്ക്, മറ്റേ റാലി ബൈക്ക്, പിന്നെ സുസുക്കിയുടെ തന്നെ വിസ്ട്രോം ഒക്കെ നോക്കി. അപ്പം എല്ലാം വെച്ച് നോക്കുമ്പോൾ സുസുക്കിയുടെ GS XR1000 ആണെങ്കിൽ പോലും ഇരിക്കാനൊരു കംഫർട്ട്, അതായത് അത്ര സൂപ്പർ സ്പോർട്ടായിട്ടും കൂടെ അത് ഇരിക്കാൻ നല്ലൊരു സുഖമാണ്. ഇപ്പോൾ നമ്മുടെ ബാക്കി സൂപ്പർ സ്പോർട്ടൊക്കെ ഇപ്പോൾ നമ്മൾ ZX 10R അല്ലെങ്കിൽ R1 ഒക്കെ ഭയങ്കര കമ്മിറ്റഡാണ്. പക്ഷേ സുസുക്കിയുടെ GS XR 1000R കമ്മിറ്റഡ് ആണെങ്കിൽ പോലും അതിനൊരു കംഫർട്ടുണ്ട്. അതെന്താ അറിയത്തില്ല, ചിലപ്പോൾ എൻ്റെ മാത്രം വ്യക്തിപരമായ തോന്നലായിരിക്കും.
അപ്പം അതാ എന്താ പറയുക എനിക്ക് സുസുക്കി ഇഷ്ടപ്പെടാനൊരു കാരണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര അണ്ടർ റേറ്റഡ്. ഈ വണ്ടി ഒന്നും വിൽക്കത്ത് പോലും ഇല്ല. ഇനി ഇത് എൻ്റെ കയ്യിൽ തന്നെ എനിക്കിത് വിറ്റ് പോകാൻ പറ്റുമെന്നില്ല എനിക്കറിയത്തില്ല. കാരണം വെച്ചാൽ ആരും സുസുക്കി എടുക്കാറില്ല ഇവിടെ. പക്ഷേ ഞാൻ എന്തായാലും ഇപ്പോൾ അടുത്തെങ്കിലും കൊടുക്കുന്നില്ല. അത്യാവശ്യം ഞാൻ കുറേ റൈഡുകളെല്ലാം ഈ വണ്ടി കൊണ്ട് തന്നെ ചെയ്യണമെന്നുണ്ട്. കാരണം എനിക്കിതുവരെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്, നല്ല സൗണ്ടാണ്, ഒരു ഭയങ്കര മൂളനൊക്കെ. എനിക്കതിൻ്റെ സൗണ്ടാണ് എനിക്ക് എന്താ പറയുക, ലൗഡും അല്ല ഓവർ. പക്ഷേ ഇവരുടെ എന്താ പറയുക, ഇതിൻ്റെ 4 പിസ്റ്റനും ഒരേ സമയത്താണ് ഫയർ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ സുസുക്കിയുടെ എൻജിൻ ഇത്ര ഈ ഒരു പാട്ട് പാടുന്ന പോലത്തെ ഒരു മൂളനക്കം സൗണ്ടുള്ളത്. പിന്നെ എന്താ കൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ വണ്ടി ആക്ച്വലി നല്ലൊരു ഡിസിഷനായിപ്പോൾ എടുത്തത്. ഒരു കടിയുടെ സ്ട്രീറ്റ് ഫൈറ്റർ V2 പോയത്. എനിക്ക് ആക്ച്വലി ഇതെടുക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ മോൺസ്റ്റർ മാറ്റിയപ്പോൾ ഞാൻ സ്ട്രീറ്റ് ഫൈറ്റർ V2 എടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താ പറയുക, അതിന് ഞാൻ വിചാരിച്ചു പിന്നെ ഡുക്കാട്ടി തന്നെ അതും പിന്നെ ട്വിൻ സിലിണ്ടർ. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എന്താ ഇൻലൈൻ ഫോറിൻ്റെ ഈ സൗണ്ട്. നമ്മുടെ യൂട്യൂബിലൊക്കെ ചെറുപ്പം തൊട്ട് ഇങ്ങനെ ഷോർട്സ് ഒക്കെ അടിച്ച് കാണും, അല്ലെങ്കിൽ എന്താ പറയുക യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് അടിച്ച് കാണില്ല സൂപ്പർ ബൈക്ക് സൗണ്ട് എന്ന് എക്സോസ്റ്റൊക്കെ. അപ്പോൾ ആ സൂപ്പർ ബൈക്കൊക്കെ ബാംഗ്ലൂരിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നതിൻ്റെ കേൾക്കുന്ന ആ ഒരു മൂളനൊക്കെ ഉണ്ടല്ലോ, അത് കേൾക്കുമ്പം എന്തോ ഒരു പ്രത്യേക ഒരു പാട്ടിൻ്റെ കൂട്ട് ഒരു ഭയങ്കര ഒരു എന്താ ട്യൂഡ് പോലെ ആ സൗണ്ട്, ഒരു നല്ലൊരു ഇതുപോലെ. അപ്പം അതെന്താണെന്ന് അറിയണം എന്ന് ഒരിക്കലും അതൊന്ന് ഓടിച്ച് ഫീൽ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഈ വണ്ടി എടുത്തോടെ അതൊന്നും ഇതായി കിട്ടി. നമുക്ക് ആ ഇൻലൈൻ ഫോറിൻ്റെ മൂളനൊക്കെ ശരിക്കുള്ളൊരു വണ്ടി ഇത്. അങ്ങനെ നമ്മൾ സിംഗിൾട്ടൺ എത്തി. ഇവിടെയൊക്കെ ഒത്തിരി ബുഷ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാട്ടോ. പണ്ട് ബുഷ് ഫയറൊക്കെ ഓസ്ട്രേലിയ ഉണ്ടായ സമയത്തൊക്കെ ഇവിടെ ഫുള്ള് കത്തിയാന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഇവിടുത്തെ വ്യൂ നോക്ക്, അടിപൊളിയല്ല, നല്ല മരങ്ങളും നല്ല വ്യൂവും, ഒത്തിരി മരങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു, അടിപൊളി. കുറച്ചൊക്കെ കൺട്രി സൈഡ് എത്തി നമ്മൾ. അപ്പോൾ പുട്ടി കുറച്ച് ഭംഗിയുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് ഒരു വലിയ കുരിശ് വെച്ചിട്ടുണ്ട്, നല്ല പ്രേതത്തെ തുളച്ചിട്ടേക്കാണോ എൻ്റെ അമ്മേ. ഗ്രേകം കഫേ ലാസ്റ്റ് സ്റ്റോപ്പ് ഫോർ 66 കിലോമീറ്റർ എൻ്റെ അർത്ഥം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പൊന്നും ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഗ്രേകം കഫേ. വയസ്സ് നല്ല അടിപൊളി സ്ഥലം കിട്ടി. അപ്പോൾ ഇവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വെള്ളത്തെറിക്കാം. ഇതല്ലേ ഗ്രേഡം കഫേ? എന്നാ അവിടെ നിർത്തി 2 വീഡിയോ എടുക്കാം. Empty room. It was like during the COVID lockdown. There's no one. ഗൈസ് അങ്ങനെ ഞങ്ങൾ പുട്ടി വരെ പോയില്ല. ഇവിടെ ഈ ബൈക്കേഴ്സ് കാഫേയിൽ വന്നു. ഒത്തിരി ബൈക്ക് ഉണ്ട്, എത്ര ബൈക്കാണ് ഇരിക്കുന്നതെന്ന്. അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോവുക. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഈ സ്ഥലത്ത്, വലുതായിട്ടൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സുബിംബ്രോയുടെ CH2 ഓടിച്ച് നോക്കി കേട്ടോ. മാരക ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പോസ്റ്ററൊക്കെ നല്ല അടിപൊളി, നല്ല ഹൈറ്റ് ഉണ്ട്.